അടിമാടൂണിയാവിൽ ഇറങ്ങുവാനായിട്ട് അല്ലാഹുവിന്റെ ഏകൽക്ക് താരെ മൊളിന്തോവർ സുവർഗം എനിക്കും എൻ ബയ്യൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാൻ ഞാൻ എന്നോവർ. ഇതാരാ പറഞ്ഞത്? മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അൽ-റിഫാഈ. ഉമ്മാന്റെ വയറ്റിന്റെ ഖുത്ബാണ്, ഖുത്ബുൽ ഖുത്ബാണ്. ആര്? സുൽത്താനുൽ ആരിഫീൻ. വറക്കപ്പറ സുൽത്താനുൽ ആരിഫീൻ, വറക്കപ്പറ സുൽത്താനുൽ ആരിഫീൻ. 100-100 കിലോമീറ്റർ ഉണ്ട് ബഗ്ദാദിൽ നിന്ന് സുൽത്താൻ ആരിഫിന്റെ മഖബറയിലേക്ക്. ഞാൻ ഈ കൊല്ലവും അവിടെ പോയിട്ടുണ്ട്. ഞാൻ ഈ കൊല്ലം 2 മാസം മുമ്പ് വീണ്ടും അവിടെ പോയിരുന്നു. ഒരു വലിയ ലോകമാണത്, ഒരു വല്ലാത്ത ലോകമാണ്. ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ പോയിരുന്നു. ഉമ്മു ഉബൈദ എന്ന സ്ഥലത്ത് ഊട്ടി എന്നും പറയും. അവിടേക്ക് പോയ ഒരു യാത്ര എനിക്ക് മറക്കാൻ കഴിയില്ല. വല്ലാത്തൊരു സംഭവം നടന്ന ഒരു സമയമാണത്. ഈ കൊല്ലം ഞാൻ ഇറാഖിൽ പോയിരുന്നു, അവിടെയും പോയി. ആരാണ് സുൽത്താൻ ആരിഫീൻ എന്ന് ചിന്തിക്കണം. അത് പള്ളിപ്പാണ് മോൻ തന്നെയാ. ആരാണ് പള്ളിപ്പ? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇത് ഫായിറാത്തീബ് ചെല്ലുന്നവരെ പേടിക്കണ്ട. ആ കൈ പിടിക്കാൻ ബഹുമാനപ്പെട്ടവരുണ്ടാവും. ആ ചെറിയ കൈ, ആ കൈ ചെറിയ കൈയല്ല. ആ കൈയിന്റെ വലിയ മൂത്ത കൈയില്ലേ? ഫകഫൈതൽ ബഹ്റ വൽ ഉജജി യാ കരീമൽ ഓർക്കേ യാ കരീമൽ ജൂദി റാഹതഹു ഫകഫൈതൽ ബഹ്റ വൽ ഉജജി സല്ലി റബ്ബൽ സയ്യിദിൽ കൗനൈനി വസ്സുർജി. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ചിന്തിച്ചോ? രാവിലെ പറഞ്ഞത് ഉച്ചക്ക് ഓർമ്മയില്ലാത്ത ബിദ്അത്തിന്റെ പിന്നെ ആളുകൾക്ക് വഴിപ്പെട്ട് നടക്കേണ്ട. ചില ശൈത്താന്മാരുണ്ട്. ويخرجون في آخر الزمان فيجلسون في أولاد البشر في ألسنة البشر. ചില മനുഷ്യന്മാരെ നാവുമ്മൽ വന്നിരിക്കും. സുലൈമാൻ കെട്ടിയിട്ട ചില പിശാചുക്കളുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്താ? ഷയാത്തീന ചില പിശാചുക്കളുണ്ട്. ഔസഖഹ സുലൈമാൻ. ആ പിശാചുക്കളെ ഔസഖഹും സുലൈമാൻ. ആ പിശാചുക്കൾ സുലൈമാൻ കെട്ടിയിട്ടുണ്ട്. വസയഖ്റുജൂന ഫി ആഖിർ സമാൻ. ആ പിശാചുക്കൾ ഖിയാമത്ത് നാൾ അടുത്താൽ ഇറങ്ങും. ഫയജ്ലിസുന ഫി അൽസിനത്തിൽ ബശരി. ചില മനുഷ്യന്മാർ നാവുമ്മൽ വന്നിരിക്കും. ഫയതകല്ലമൂന ബിലിസാനി ശൈത്താൻ. എന്നിട്ട് ചില ആളുകൾ പിശാചിനെ പോലെ സംസാരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരെ നിങ്ങൾ വഴിപ്പെടരുതേ. അവർക്ക് വഴിപ്പെട്ടാൽ അവർ നരകത്തിലേറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിൽ ആയത്തും ഹദീസ് ഓതിയിട്ട് പിശാചുക്കൾ ഇറങ്ങും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാരാണ് ഈ പിശാചുക്കൾ? ആരാണ് ഈ പിശാചുക്കൾ? ഔസഖഹും സുലൈമാൻ. ആ പിശാചുക്കൾ ആര് കെട്ടിയിട്ടതാണ്? സയ്യിദ് സുലൈമാൻ. ഉറക്കെ പറ സയ്യിദ് സുലൈമാൻ, സയ്യിദ് സുലൈമാൻ, സയ്യിദ്ന സുലൈമാൻ. ഉറക്കെ പറ സയ്യിദ്ന സുലൈമാൻ. എവിടെ ഉണ്ടെന്ന് എടുത്ത് നോക്ക്, പഠിച്ചു നോക്ക്. കിതാബൊന്നും ഞാൻ പറയില്ല, കിട്ടിയില്ലെങ്കിൽ ചോദിച്ചോളെ പറഞ്ഞില്ല. മഹാനായ സയ്യിദ്ന സുലൈമാൻ. കുറച്ച് തപ്പി നോക്കിക്കോട്ടെ. വിദ്യാർത്ഥിക്കാരൊക്കെ കുറച്ച് തപ്പട്ടെ. എവിടെ ഉണ്ട് ഹദീസ്? ഒന്നും തപ്പി നോക്ക്, കിട്ടിയില്ലെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അങ്ങനെയാണ് പറയില്ല. ചില പിശാചുക്കളുണ്ട്. പിശാചുക്കളെ സുലൈമാൻ കെട്ടിയിട്ടതാണ്. എന്നാൽ ആ പിശാചുക്കൾ അന്ത്യനാളിൽ കെട്ടുകഴിഞ്ഞ് പുറത്തിറങ്ങും. എന്നിട്ട് ഫയജ്ലിസുന. പിശാചുക്കൾ ഇരിക്കും. എവിടെ? ചില മനുഷ്യന്മാരെ നാക്കിലിരിക്കും. എന്നിട്ട് ആ മനുഷ്യന്മാരിങ്ങനെ പ്രസംഗിക്കും. ഖുർആനും ഹദീസും പറയും. പക്ഷെ ആരെ നാവുകൊണ്ടായിരിക്കും പറയാ? പിശാച് നാവുമായിരിക്കും. ഫലാതുജാലിസുഹും. മുൻഗാമികളെ എതിർക്കുന്ന അത്തരം പ്രഭാഷണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഇരുന്നു കൊടുക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ലാ യതകല്ലമൂന ഇല്ലാ ബിലിസാനി ശൈത്താൻ. പിശാചിന്റെ നാവ് കൊണ്ടല്ലാതെ അവർ സംസാരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. എന്ത് മുഹദ്ദിസ് ശൈഖ് എന്ന് പറയുന്നവരുണ്ട്, എന്ത് റിഫായി ശൈഖ് എന്ന് പറയുന്നവരുണ്ട്. ചിന്തിക്കുക. ആരാ നോക്കി നിങ്ങൾ ചിന്തിക്കണം. ഫിഖ്ഹിനെ അമലിയാത്തിനെ ക്രോഡീകരിക്കാൻ അല്ലാഹു ചില ആളുകൾക്ക് അധികാരം നൽകിയതുപോലെ ഹൃദയ വിശുദ്ധിയാണ് തസവുഫ്. അത് ഹൃദയത്തെ ശുദ്ധീകരിച്ചു.
അതിന് അല്ലാഹു തൗഫീഖ് നൽകിയ ആളാണ് ഒന്ന് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഹൃദയത്തെ ശുദ്ധീകരിച്ചു, അതിന് പള്ള ഒഴിവാക്കി. പള്ളന്റെ കാര്യം പരിഗണിച്ചതേ ഇല്ല. ഉണുമൂറക്കം മാതൊന്നുമേ കൂടാതെ ഒരാണ്ടു കാലം പുറത്ത് നടന്നോർ. തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല, തിന്നിട്ടില്ല കുടിച്ചിട്ടില്ല, തിന്നില്ല കുടിച്ചില്ല, ഉറങ്ങിയിട്ടുമില്ല നലവേറും മൈഷ തൊഴുതൊരുളുവാനെ നാപ്പതിറ്റാണ്ടോളം സുബ്ഹ് തൊഴുതോറ്. ആരാണ്? മറ്റൊന്നുമല്ല ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല, 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല, 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. ആഴ്ചയിൽ 2 വാള് പറയും. ബഗ്ദാദിൽ 70,000 ആളുകളൊക്കെ വാള് കേൾക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വന്നിട്ട് ബഗ്ദാദ് പട്ടണത്തിൽ പാർക്കുമായിരുന്നു. 2 വാള് പറയും. ആ വാള് കേട്ടവരൊക്കെ ഔലിയാക്കളായി, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അങ്ങനത്തെ വാള് പറയാനും അങ്ങനത്തെ വാള് കേൾക്കാനും കൈയിന്ന് പൊന്തിച്ച് പറ, റബ്ബേ 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 ഞങ്ങൾക്ക് പൂടിയാണ് റബ്ബേ, ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ റബ്ബേ, ആ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണം റബ്ബേ, നിന്റെ ഫضല് കൊണ്ട് ചേർക്കണം റബ്ബേ. ഞങ്ങൾക്ക് പൂടിയാണ് റബ്ബേ, ഞങ്ങൾ നിർദോഷികളായ അടിമകളാണെങ്കിലും നീ പരിശുദ്ധനായ റബ്ബല്ലേ റബ്ബേ. റബ്ബേ നീ ഞങ്ങളെയും ആ കൂട്ടത്തിലേക്ക് കൂട്ടിത്തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നന്നാകണമെന്ന് പൂടിയുണ്ട്, നന്നാക്കി തരണമേ അല്ലാ. നീ തൗഫീഖ് തരണമേ റബ്ബേ. ചിന്തിക്ക്, 70,000 ആളുകളൊക്കെ സാധാരണയായി സദസ്സിലുണ്ടാവും. 70,000 ആളുണ്ടാവും സദസ്സിൽ സാധാരണ. മൈക്ക് സെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ 800-900 കൊല്ലം മുമ്പാണ് വയറില്. മൈക്ക് സെറ്റ് കണ്ടുപിടിക്കുന്നതിന് 900 കൊല്ലം മുമ്പ് വയറില്. സദസ്സിൽ എത്ര ഉണ്ടാവുക? 70,000 ആളൊക്കെ സദസ്സിലുണ്ടാവും. അങ്ങനെ പറയും. വയറില് തുടങ്ങിയ കരയും പൊട്ടിക്കരയും. എന്നത് താടി നനയും, പിന്നെ കമീസ് നനയും, കരയും. തുടങ്ങിയാൽ പൊട്ടി പൊട്ടി കരയും. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും പറ്റി പറഞ്ഞാൽ കരഞ്ഞു പോകും. കേട്ടോരൊക്കെ ബോധം കെട്ട് വീഴും. 100 ആളുകൾ ബോധം കെട്ട് വീഴാത്തൊരു വാള് ഓസുല്ലാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. മുത്തുനബിയുടെ നേരെ തൊട്ട് കാലക്കാരനൊന്നുമല്ല. പക്ഷെ ലോകം അംഗീകരിച്ചില്ലേ? സത്യല്ലേ? ആരാ നിഷേധിക്കുക? 70,000 ആളുകളെല്ലാം സദസ്സിലുണ്ടാവും. ആ കൂട്ടത്തിൽ ആരുണ്ടാകും? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ആ സദസ്സിൽ ആരുണ്ടാവും? അവിടുത്തെ ജദ്ദുൽ മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ. ഞങ്ങൾക്ക് ആ സാമീപ്യം നൽകണമേ റബ്ബേ. സാമീപ്യം നൽകണമേ റബ്ബേ. തൗഫീഖ് നൽകണമേ റബ്ബേ. ഈ മജ്‌ലിസിലുണ്ടാവും മഹാന്മാർ. എന്തുകൊണ്ട്? ഇത് മഹാന്മാരെ പറ്റി പറയുന്ന വയലല്ലേ. ഇവിടെ അവരിരിക്കാതിരിക്കൂല. അള്ളാഹു ഇന്ന് ഞങ്ങൾക്ക് തൗഫീഖ് തരണം. മനസ്സ് തുറന്ന കുട്ടികളെ മനസ്സ് തുറക്ക്. നിഷേധിക്കല്ലേ മോനെ. ഇവിടെ എന്തൊക്കെയാടാ നിഷേധിക്കാൻ പറ്റുക? ഒക്കെ നിഷേധിച്ചുകൂടെ? നിഷേധിക്കുന്നവന് അള്ളാഹുവിനെയും നിഷേധിക്കാം, നിഷേധിക്കുന്നവന് മുത്തുനബിയെ നിഷേധിക്കാം. മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരും നിഷേധിച്ചൂടെ? ഖുർആനെ നിഷേധിച്ചൂടെ? ചിന്തിക്കണം. ഖുർആൻ നിഷേധിക്കുന്നവരില്ലേ? ഫാത്തിഹ സൂറത്ത് ഖുർആൻ അല്ല എന്ന് പറയുന്നവരുമില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് ഖുർആൻ അല്ല എന്ന് പറയുന്നവരില്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഖുർആൻ അല്ല എന്ന് പറയുന്നവരില്ലേ? മുസ്ലിമീങ്ങളുടെ നാമത്തിലില്ലേ? 5 വക്ത് നിസ്കരിക്കേണ്ട എന്ന് പറയുന്നവരില്ലേ? പടച്ചോനെ അല്ലാഹുവേ നമ്മളെ കാത്തിരക്ഷിക്കണം. നിഷേധിക്കുന്നവൻ എന്തൊക്കെ നിഷേധിക്കടോ? അതാണോ ദീന്? എന്തും പറയാലോ. അമേരിക്ക നിഷേധിക്കുക. ഒരാൾ പറയാണ് അമേരിക്ക ഇല്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല. തെളിവാണോ അത്? ലണ്ടനില്ല. എന്ത്? ഞാൻ ഈ കാലം ലോകത്താകെ നടന്നിട്ട് ലണ്ടൻ കണ്ടിട്ടില്ല, അതുകൊണ്ടില്ല. അവൻ കാണാത്തൊക്കെ നിഷേധിക്കുക.
ഞാൻ പറയാണ് എന്ത് ലണ്ടൻ ഇല്ല. എന്റെ കാരണം ഞാൻ ലോകാകെ ചുറ്റി ലണ്ടൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ലണ്ടൻ ഉണ്ടാവില്ല. എന്താണ് ഈ പറയുന്നത്? ഒരുത്തം പറയാ സ്വിറ്റ്സർലാൻഡ് ഇല്ല, എന്തുകൊണ്ട്? ലോകാകെ ഞാൻ ചുറ്റിട്ട് സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടില്ലല്ലോ. സ്വിറ്റ്സർലാൻഡ് ഉണ്ടാവില്ല, ബ്രിട്ടൻ ഉണ്ടാവില്ല, സാൻ ഫ്രാൻസിസ്കോ ഉണ്ടാവില്ല, ജനീവ ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുത്തൻ അവൻ കണ്ടില്ല എന്നിട്ട് നിഷേധിക്കുന്ന കാലമാണിത്. അതുമില്ല ഇതുമില്ല, എല്ലാം നിഷേധിക്കുക. അതൊരു വലിയ അത്ഭുതമല്ല. നിഷേധിക്കില്ല, അള്ളാഹ് നിഷേധിക്കുക, അല്ലല്ല. നിരീശ്വരവാദി മുസ്ലിമായ നിരീശ്വരവാദികൾ എത്ര, മുസ്ലിം നാമധാരിയായ നിരീശ്വരവാദിയും എത്ര. അല്ലല്ല. പിന്നെ അതൊക്കെ എങ്ങനെ ഉണ്ടായി? വെറുതെ ഉണ്ടായി. ആകാശം വെറുതെ ഉണ്ടായി, ഭൂമി വെറുതെ ഉണ്ടായി, നക്ഷത്രം വെറുതെ ഉണ്ടായി. അല്ലല്ല. ഇതൊക്കെ പറയുന്ന അവൻ 2 കൊല്ലം ഗൾഫ് പോയി തിരിച്ചു വരുമ്പോൾ അവന്റെ ഭാര്യക്ക് ഗർഭമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് ഒലാക്കല്ലോ. എന്ത് പറഞ്ഞൂടെ? ആകാശം വെറുതെ ഉണ്ടായി, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ പെണ്ണിന് വളരുണ്ടാകാൻ. അതും അംഗീകരിക്കില്ല. നിങ്ങളിവിടെ ഇല്ല. അവനാന്റെ കാര്യത്തിനാ തൊട്ട ചൂടായി. ആകാശം വെറുതെ ഉണ്ടായി, ഭൂമി വെറുതെ ഉണ്ടായി, നക്ഷത്രം വെറുതെ ഉണ്ടായി, ഓഹോ ഒക്കെ വെറുതെ ഉണ്ടായി. അങ്ങനെ 2 കൊല്ലം ഗൾഫ് പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യക്ക് 9 മാസം ഗർഭാണ്. അപ്പോൾ ഓൻ ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടായി? അപ്പോൾ പറഞ്ഞ് ഈ ലോകമൊക്കെ വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇത് വെറുതെ ഉണ്ടായാണ്. അത് നടക്കൂല. അരച്ചാൻ വയറ് ഇത്ര ഒന്ന് പൊങ്ങിയാലും അംഗീകരിക്കൂല. ഇതൊക്കെ വെറുതെ ഉണ്ടായി നാം പറയും ചെയ്യും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആഹോ നിങ്ങൾ സ്ഥലത്തുണ്ടാ? നിങ്ങൾ റേഞ്ചിലുണ്ടാ? പറയടോ. ഇപ്പം വിഡ്ഢിയല്ലടാ, നിരീശ്വരവാദി വിഡ്ഢിയല്ലടോ, പമ്പര വിഡ്ഢിയല്ലടവൻ പമ്പര വിഡ്ഢി. ഞാൻ പറഞ്ഞൂടോ. ഒന്ന് തിരിച്ചു പറഞ്ഞു പള്ളിയിൽ 9 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? ഇത് വെറുതെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ശരി തന്നെയാണ്, വെറുതെ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് അത് അംഗീകരിക്കാൻ ഞാൻ ചിന്തിക്കണം. അവനാന്റെ അടിമക്ക് പറ്റ അംഗീകരിക്കൂല. ആകാശം വെറുതെ ഉണ്ടായാലും അവനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവന്റെ പെണ്ണുങ്ങളെ പള്ളിയിൽ വല്ലതും ഉണ്ടായാലും അവന് ബുദ്ധിമുട്ട് തന്നെയാണ്. ചിന്തിക്കണം. നിഷേധിക്കുന്നവന്റെ പിന്നാലെ നടക്കരുത്. അവൻ ആരെയും നിഷേധിക്ക. ഇവിടെ ലോക ചരിത്രമാണ്. ബഗ്ദാദിലുണ്ട്. ബഗ്ദാദിൽ ഞാൻ ഈ കൊല്ലവും കണ്ടിട്ടുണ്ട്. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ആയിരക്കണക്കായ ആളുകൾക്ക് വെളിച്ചം കൊടുത്തില്ലേ? ഒരു മജ്‌ലിസിൽ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേന് ആ മജ്‌ലിസിൽ കൂടിയ കള്ളന്മാർ വരെ സാലിഹാകും. ചിന്തിക്കണം. ആ മഹാൻ സ്ഥാപിച്ചതാണ് അത്വരീഖത്തുൽ ഖാദിരിയ. അതാണ് അത്വരീഖത്തുൽ ഖാദിരിയ. ആ ഖാദിരിയ ത്വരീഖത്തിന്റെ ഔറാദുകളാണ് ഖാദിരി റാത്തീബുകൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഖൈറുണ്ടാവും. അതെവിടുന്ന് കിട്ടിയ മുസ്തഫ? അത് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു എവിടുന്ന് കിട്ടി? മൊഹീദ്ദീൻ റാത്തീബ് എന്ന പേരിൽ നമ്മൾ ഈ ചെല്ലുന്നത് എവിടുന്ന് കിട്ടിയതാണ്? മൊഹീദ്ദീൻ ശൈഖിന് ഔറസഹ മിൻ നബിയിൽ മുസ്തഫ. എവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ. അല്ലാതെ ഒരു വലിയും ഒറ്റക്കൊന്നും ഉണ്ടാക്കൂല. അവർ ഹബീബ് പറഞ്ഞു കൊടുത്താൽ അല്ലാതെ ചെയ്യൂല. ഹബീബ് പറഞ്ഞു കൊടുക്കും, മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അതുപോലെ അള്ളാഹു 2ാമത്തെ ഒരാളെ തെരഞ്ഞെടുത്തു. അതാണ് സുൽത്താൻ ആരിഫീൻ അഹമ്മദുൽ കബീർ അരിഫായി. റിഫായി റാത്തീബ്. അത് ആര് പറഞ്ഞു കൊടുത്തതാണ്? ആര് പറഞ്ഞു കൊടുത്തതാണ്? മുഹമ്മദ് മുസ്തഫ. അല്ലാതെ റിഫായി ശൈഖ് ഒറ്റക്കൊന്നും ഉണ്ടാക്കൂല. ഒന്നും ഉണ്ടാക്കൂല. നിങ്ങൾ വിചാരിച്ച ഒന്നും അല്ല കാര്യം. അവരൊന്നും ഉണ്ടാക്കൂല. സ്വയം ചമഞ്ഞാൽ പിശാചാണ്. സ്വയം ചമയൂല. റിഫായി ത്വരീഖത്ത് എന്നാൽ ത്വരീഖത്തുൻ നബിയിൽ മുസ്തഫ. ഖാദിരി ത്വരീഖത്ത് എന്നാൽ ത്വരീഖത്തുൻ നബിയിൽ മുസ്തഫ. അള്ളാഹുവിലേക്ക് എത്താൻ മുത്തുനബി പറഞ്ഞു കൊടുത്ത മാതൃകയാണ് ഖാദിരി ത്വരീഖത്ത്. അതാണ് റിഫായി ത്വരീഖത്ത്. ചിന്തിക്കണം. അതാണ് ഷാദുലി. അതാണ് ബദവി അഹ്മദുൽ ബദവിയുടെ ബദവിയത്ത്. അബുൽ ഹസന്റെ ഷാദുലി ഇമാമിന്റെ ശിഷ്യനാണ് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസിന്റെ ശിഷ്യനാണ് ഇമാം ബുസൂരി. മിൻ തദക്കുരിജി റഹനിം ബിനി സലമി മാസത തദം അൻജറ
മിൻ മുഖ്ലത്തിൻ ബിദമി. നമ്മൾ ബഅൽ തുടങ്ങുന്ന ബൈത്തില്ലേ, അത് ഷാദുലി തുരീഖത്താണ്. ഷാദുലിയത്താണത്. ആരാണ് ഇതിന്റെ അസ്ൽ? മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം. അവരെ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ മനുഷ്യർക്ക് വെളിച്ചം നൽകി. തെണ്ടി നടന്നിരുന്ന ആളുകളെ, കള്ള് നടന്നിരുന്ന ആളുകള് ജീവിതകാലത്ത് മാത്രമല്ല ഖാദിരി റാത്തീബ് ചൊല്ലിയിട്ട് എത്രയാണ് സാലിഹീങ്ങളായി പോയത്. തൗഫീഖ് തരട്ടെ. കള്ള് കുടിച്ച് തെണ്ടി നടന്നിരുന്ന ആളുകള് റിഫായി റാത്തീബിൽ സഹകരിച്ച് എത്രയാണ് സാലിഹീങ്ങളായത്. ഇല്ലേ പറയില്ലേ. നിങ്ങളെ നാട്ടിൽ 40 കൊല്ലത്തെ റാത്തീബ് നടന്നിട്ടുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാവുമല്ലോ. ഇല്ലേ? പറയും മനുഷ്യന്മാരെ. ഇല്ലേ? കെലിമ ചൊല്ലി മരിച്ചവരില്ലേ? കള്ളു കുടിച്ച് മോശമായി നടന്നിരുന്ന ആളുകൾ എത്ര ആളുകൾ മടങ്ങി. എന്തേ കാരണം? അവർക്ക് വെളിച്ചം കിട്ടി. എവിടുന്ന്? ബഗ്ദാദിൽ നിന്ന്, ഉമ്മു ഉബൈദയിൽ നിന്ന്. അവർക്ക് വെളിച്ചം എവിടുന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫയിൽ നിന്ന്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്കാണ് കയറുമ്പോൾ ഒരു വരി ബൈത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതന്നെയാണ് ഇതിന്റെ അസല്. ഒറ്റ വരി ബൈത്ത്. വഅബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. സുബ്ഹാനല്ലാഹ്. ഞാനതിങ്ങനെ കണ്ടു നോക്കി നിന്ന്, അതിന്റെ ചുർക്ക് ഇങ്ങനെ കണ്ട് ഞാൻ കുറേ നേരം ആ മഖ്ബറയുടെ മുകളിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഈ കൊല്ലം എനിക്കൊരുപാട് നേരം ആ മഖ്ബറയിൽ നിൽക്കാൻ അവസരം കിട്ടി. ആ മഖ്ബറയുടെ മുന്നിൽ ഒരു ബൈത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബൈത്ത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ഈ കൊല്ലത്തെ കഥ പറയണത് 2 മാസം മുമ്പ് മഖ്ബറയിലേക്ക് കയറുന്നിടത്തുള്ള ഉമ്മരപ്പടിയുടെ മുകൾ ഭാഗത്തിൽ ബൈത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബൈത്താണ് ഖാദിരിയത്ത്. വഅബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. നിങ്ങൾക്കിടയിൽ പ്രസിദ്ധനായ ഞാനാണ് അബ്ദുൽ ഖാദിർ എങ്കിലും എന്റെ അടിത്തറ ഐനുൽ കമാലായ എന്റെ വല്ലിപ്പയാണ് മുഹമ്മദ് മുസ്തഫ. എന്റെതൊന്നും എന്റേതല്ല, എന്റെ വല്ലിപ്പാൻ്റെതാണ് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറഞ്ഞതല്ല, എന്റെ വല്ലി പറഞ്ഞതാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാതെ ഒന്നുമല്ല. ഞാനിത് വെറുതെ പറയുകയല്ല. ആ മഹാന്മാരെ ബറക്കത്തില്ലെങ്കിൽ ഈ വഅള് പറയാൻ റഹ്മത്തുള്ളാഹിക്ക് കഴിയുകയില്ല. ഇതൊന്നും നിലച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഇത് നമ്മളെ വലിപ്പത്തരമല്ല, ഇത് മശായിഖന്മാരെ വലിപ്പത്തരമാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ വലിപ്പത്തരമാണ്. ആ ആരിഫീങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മളെ നാം ഉയർത്തുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ വഴി വന്നതാണ്. അതന്നെയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാൽ അതൊന്നും എനിക്ക് വിഷയമില്ല. ചില പറയും റഹ്മത്തുള്ളാഹി ഖാസിമി ചെയ്യാണ്, അതൊന്നും എനിക്ക് വിഷയമില്ല. എന്ത് പറഞ്ഞാൽ എനിക്ക് വിഷയമില്ല. എന്തേ എനിക്ക് റസൂലുള്ളാഹിനെ വലിയ ഇഷ്ടമാണ്. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ അഹ്ലു ബൈത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ, ഫാത്തിമ ബീവിയുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിന് വിലയില്ലാത്തവരാണ് നമ്മൾ. അവരെ വല്യമ്മയാണ് ഖദീജത്തുൽ കുബ്ര, അവരെ മരുമോനാണ് അലിയുൽ മുർത്തള, അവരുടെ പേരക്കുട്ടിയാണ് ഹസനുൽ റിള, ഹുസൈൻ ഷഹീദ് ബി കർബല. അവരൊക്കെ നടന്നു പോയ മണ്ണിന് പോലും വിലയില്ല. എനിക്കുറപ്പാണ്, എനിക്ക് വിലയില്ല, ഒരു വിലയില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അള്ളാഹു എന്നെ സ്വീകരിക്കുമെങ്കിൽ ആ മഹാന്മാർക്ക് വേണ്ടി പറഞ്ഞൊരു വയറ് കൊണ്ടല്ലാതെ എന്നെ സ്വീകരിക്കുന്നൊരു വിശ്വാസം എനിക്കില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ അമല് കൊണ്ട് അഹങ്കരിക്കാൻ തയ്യാറില്ല. എനിക്ക് അങ്ങനത്തെ അമലും ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഇന്നിവിടെ വന്നിട്ടാണ് മഗ്‌രിബ് മഅശായി നിസ്കരിച്ചത്. അത് അള്ളാഹു സ്വീകരിക്കുന്നു എനിക്കൊരു വിശ്വാസമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ചെയ്തു മാത്രം അതൊക്കെ അള്ളാഹു ആലം. പക്ഷേ ആ മഹാന്മാർക്ക് വേണ്ടി നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹു തന്ന തൗഫീഖ് കൊണ്ട് പടപൊരുതിയിട്ടുണ്ട്. അത് ഇനിയും അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർക്കെതിരെ ഒരു വാക്കൊരാൾ പറയുമ്പോഴത്തേന്, അവരെ പേരക്കുട്ടികൾക്കെതിരെ ഒരു വാക്ക് പറയുമ്പോഴത്തേന് നമ്മളവിടെ ചാടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ആ കുടുംബത്തോടുള്ള ബഹുമാനമാണ്. ഏതാണ് ആ കുടുംബം? ആ കുടുംബമാണ് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുക. നാളെയും ഇനിവിടെ ആൺകുട്ടി വരാൻ പോകുന്നുണ്ട്. ആരാ ആൺകുട്ടിയടാ? എന്റെ പള്ളി പേരക്കുട്ടിയല്ല, എന്റെ പേരക്കുട്ടിയല്ല. മുസ്ലിം സമുദായത്തിൽ ഒരു ആൺകുട്ടി ഇനി വരാൻ പോകുന്നുണ്ട്. ആൺകുട്ടി ജനിച്ചാൽ, ആൺകുട്ടി വന്നാൽ കിഴക്കും പടിഞ്ഞാറും വളഞ്ഞു കുട്ടി ഇസ്ലാമിന്റെ മുന്നിൽ നിൽക്കും. ആരാ ആൺകുട്ടി? അത് മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ എന്ന് മുഹമ്മദ് മുസ്തഫ.
അത് ഫാത്തിമാന്റെ പേരക്കുട്ടിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ഭൂമി നന്നാക്കാൻ നമുക്ക് കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ? റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾക്ക്. അവരെ ബഹുമാനിക്കണോ വേണ്ടേ? നിങ്ങൾ പറയും. മനസ്സിലായോ? പറയും മനുഷ്യന്മാരെ, നമുക്കൊന്നിനും കഴിയില്ല, ഒന്നും കഴിയില്ല. ഇവിടെ ആകെ കട്ടിമറിച്ചിട്ട് കാര്യമല്ല, ഒന്നും നടക്കൂല. അവരും വന്നാൽ ഒക്കെ നേരെയാവും. അവർ വയറിറേണ്ട ആവശ്യമില്ല, അവർ വന്നാൽ മതി. മഹ്ദിമാമ വയറിറേണ്ട ആവശ്യമില്ല, മഹ്ദിമാമ നിങ്ങൾ ഇറങ്ങിയാൽ മതി. മരങ്ങളും പറയും ഞാൻ മഹ്ദിയുടെ ആളാണ്, എല്ലാ കല്ലും പറയും ഞാൻ മഹ്ദിയുടെ ആളാണ്, എല്ലാ കല്ലും പറയും ഞാൻ മഹ്ദിയുടെ ആളാ, എല്ലാ മരം പറയും ഞാൻ മഹ്ദിയുടെ ആളാ. എല്ലാവരും സൗകര്യം ചെയ്തിട്ട് മഹ്ദി എന്റെ മിൻ ഔലാദി ഫാത്തിമ. ആരെ പേരക്കുട്ടിയാണ്? ഫാത്തിമാവിന്റെ. അവരാണ് വന്ന കിഴക്കും പടിഞ്ഞാറും വളഞ്ഞു കുത്തി ഇങ്ങനക്കും. യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. അങ്ങനക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ആര് വന്നാൽ? മഹ്ദിമ വന്നാൽ എന്റെ മിൻ ഔലാദി ഫാത്തിമ. വർക്ക പറ കുട്ടി. ഔലാദി ഫാത്തിമ. അവരെ വല്ലിപ്പയാണ് ആര്? അവരെ വല്ലിപ്പയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റിഫായി ശൈഖും. അവരെ പേരക്കുട്ടിയാണ് ആര്? മഹ്ദിമാമ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അവരെ വല്ലിപ്പമാരാണ് ആര്? ഗൗസുൽ ആലം റിഫായി ശൈഖ് ഒക്കെ മഹ്ദിമാമിന്റെ വല്ലിപ്പയാണ്. അവരെ പേരക്കുട്ടിയാണ് ആര്? മഹ്ദിമാമ്. അവർ വന്നിട്ട് കാര്യമുള്ളൂ, നമ്മൾ വയറിറേണ്ട കാര്യമില്ല. ഇത് കാര്യം അങ്ങനെ പറയാ, വയറിററിയാം. തൽക്കാലം ഉണ്ടല്ലോ ആളുകളൊന്ന് എന്താ പറയാ, വയറ് പറയുന്ന മൂലയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ ക്ഷമ കെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ ഒരു പാട്ടുകാരൻ എണീറ്റിട്ട് തൽക്കാലം എന്ത് ചെയ്ത് ഒരു പാട്ടുകൾ പാടി. മനസ്സിലായില്ല? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ പറഞ്ഞ മനസ്സിലായി. നമ്മളൊക്കെ പരിപാടികൾ ഏതുപോലെയെന്നുള്ളൂ എന്നറിയോ? നമ്മളെ വയറിന് ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വയറിൽ പറയുന്ന മൂല്യാരും വരാൻ 2 മണിക്കൂർ നേരം വൈകുമെന്ന് കണ്ടപ്പോൾ ജനങ്ങൾ 4 പാടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഓടുമല്ലോ. ഇതെന്ത് വയറിലാണ്, ഇതെന്ത് മൂല്യരാണ് എന്നങ്ങനെ പറയുന്നത്. അങ്ങോട്ട് പായുന്നത് തടയാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ നല്ല പാട്ട് അറിയുന്ന ഒരാൾ സ്റ്റേജിൽ എണീറ്റുന്ന പരം വിരിച്ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന സുജാത്ത് നമുക്കുണ്ടേ നാട്ടിലെ കഥയെന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ എന്നൊരു പാട്ട് പാടി. പിന്നെ നെയിൽ നദിയുടെ നഫീസത്തുൽ ബീവിയുടെ നാടായ നെയിൽ നദിയെ പറ്റി പാട്ട് പാടി. അങ്ങനെ 3-4 പാട്ട് അങ്ങനെ പാടി ജനങ്ങൾ അങ്ങനെ തൽക്കാലം കസേരയിലൊന്ന് ഇരുത്തി ഇടവും വലവും നോക്കിയിട്ട് ഇയാൾ വരുമോ ഒരു 1.5 മണിക്കൂർ 2 മണിയപ്പോൾ അയാളിന് വന്നു. നമ്മളെ വയലിന് എത്ര ഉള്ളൂ എന്നറിയോ? മഹ്ദി ഇമാമ വരുന്നത് വരെ ആളുകൾ പായാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് മാത്രമാണ് എൻ്റെ വയൽ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ, മനസ്സിലായോ? അല്ലാതെ ഇതൊന്നും ഒരു കാര്യമില്ല. എന്ത് കാര്യം? വരണ്ടവന് വന്ന വാള് പറയേണ്ട ആവശ്യമില്ല. വലിയ ആളങ്ങനെ വാളോട്ട് പറഞ്ഞിട്ടുമില്ല. കുറഞ്ഞ വർത്തമാനേ പറയൂ മുഹമ്മദ് മുസ്തഫ. അല്ലാതെ മദീന അങ്ങാടിയിൽ ഇങ്ങനത്തെ വാളൊന്നും നടന്നിട്ടില്ല. വന്നാ മതി, നാട്ടുകാർക്കൊക്കെ പേടിയായി. മുഹമ്മദ് മുസ്തഫ എൻ്റെ പേരക്കുട്ടി വരും. ആ പേരക്കുട്ടി വരുന്നത് വരെ തൽക്കാലം ജനങ്ങളെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണെന്നൊക്കെ. ഒരു കാര്യമില്ല. ചിന്തിക്കണം, ചിന്തിക്ക്, അത്രയേ ഉള്ളൂ. വളരെ ചിന്തിക്കണം. അവര് വഴിയല്ലാതെ ഒരു നന്മയും നടക്കുകയില്ല. ഖാദിരിയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്. കോടി ആളുകൾക്ക് അതുവഴി ഖാദിരി ത്വരീഖത്ത് വഴിയാണ് വെളിച്ചം കിട്ടിയത്. ബഹുമാനപ്പെട്ട സുൽത്താൻ, മഹാനായ സുൽത്താനുൽ ഔലിയാ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു വഴി അനവധി ആളുകൾക്ക് റിഫായി വഴിയാ കിട്ടിയത്. ഗൗസുൽ ആലമിന്റെ പെങ്ങളുടെ മകൻ ഇന്ത്യയിൽ വന്നു. പാട്ടുകാരനാ, പാട്ട് ആൾക്ക് വേറൊരു പണിയാ. ഓരോരുത്തർക്കും ഓരോ പണിയാ. ഓരോരുത്തരുടെയും വഴി ഓരോന്നാണ്. ഗൗസുൽ ആലമിന്റെ ദർസാണ്. ഖാജയുടേതോ പാട്ടാണ്. അള്ളാഹിനെ പറ്റി പാടുക, റസൂലുള്ളാഹിനെ പറ്റി പാടുക, അതിന്റെ ആളാണ് മഹാനായ ഖാജ. പറ ഖാജ. പലർക്കും പല വഴിയാണ്. ഹസ്സാന്റെ പണി പാട്ടാണ്. മദീനയിലെ കോൾമയിൽ കൊള്ളിപ്പിച്ച പാട്ടുകാരനാണ് മഹാനായ സയ്യിദുനാ ഹസ്സാൻ. പാട്ടിന്റെ ആളാ ആര്? ഖാജ.
ഗൗസുൽ ആലമിന്റെ പെങ്ങളുടെ മകനാണ്, വകയിലുള്ള ഒരു പെങ്ങളുടെ മകനാണ് ഖാജ. ഖാജക്ക് എപ്പോഴും പാട്ട് കേൾക്കണം. ആരെ പറ്റിയോ? അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റിയും. ആ പാട്ടാണ് ഇപ്പോഴും അജ്മീർ നടക്കുന്നത്. പാട്ടാണ്. പാട്ട് കേട്ടാൽ മതി മറന്ന് വീണുവും. ആരെപ്പറ്റി പാട്ട്? നിങ്ങൾ വിചാരിച്ച പാട്ടല്ല, മുഹമ്മദ് റാഫിന്റെ പാട്ടല്ല, നിങ്ങൾ വിചാരിച്ച പാട്ടല്ല, നിങ്ങൾ വിചാരിച്ച ലതാ മങ്കേഷ്കർ പാട്ടല്ല. ആരെ പാട്ടാണ്? മുത്തുനബിയെ പറ്റിയുള്ള പാട്ട്, അള്ളാഹിനെ പറ്റിയും സുൽത്താനെ പറ്റിയുള്ള പാട്ട് കേട്ടങ്ങോട്ട് വീണ് കരഞ്ഞ് വീണുവും ഖാജ. കൊല്ലങ്ങൾ അനവധിയായി ഇന്നും ആ പാട്ടിന്റെ ബാക്കിയാണ് എവിടെ നടക്കുന്നത്? അജ്മീറിൽ. ദർഗ അടച്ചാലും പുറത്തിരുന്ന് പാട്ട് പാടും. ഇല്ലേ? പറ ഇല്ലേ? ഇപ്പോഴും ഉണ്ട്. എന്ന് തുടങ്ങിയതാ കൊല്ലാനവധിയായി പാട്ടന്നെ. ബഗ്ദാദിൽ ഖാജ വന്നപ്പോൾ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെ പാട്ടുകാരെ വിളിപ്പിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. വിരുന്നൊടുത്തു. എന്താ ഖാജയുടെ വിരുന്ന്? നമ്മളെ വിരുന്ന് ഭക്ഷണമാണ്, അവരെ വിരുന്ന് ഭക്ഷണമൊന്നുമല്ല. അള്ളാഹിനെ പറ്റി പറയാ, അള്ളാഹിനെ പറ്റി കേൾക്കുക. പാട്ടുപാടി ബഗ്ദാദിലെ പാട്ടുകാര് വന്ന് പാട്ടുപാടി ആ പാട്ടിൽ ലയിച്ചു പോയി ഖാജ. ആ ഖാജയാണ് പിന്നെ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകളാണ് ഇസ്ലാമിൽ വന്നത്. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിൽ വന്നു. ഖാജ ഇസ്ലാമിൽ ഇന്ത്യയിൽ വന്നപ്പോൾ മഹാനായ ഖാജ വർക്കപ്പറ ഖാജ. ചിന്തിക്കണം. അതിന് ചിശ്തി എന്ന് പറയും. അത് ഒരു വഴിയാണ്. ഖാദിരിയത്തിനോടനുബന്ധിച്ച മറ്റൊരു വഴിയാണ് ചിശ്തിയ. അതൊക്കെ വെളിച്ചപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ആലിമീങ്ങൾ വന്നു. ചിന്തിക്കണം. പല വഴി ആളുകൾ വന്നു. ലോകത്തുണ്ട മഹാന്മാരായ മുത്തഖീങ്ങളുടെ ആളുകളുടെ റൂട്ടിനെ വെളിച്ചപ്പെടുത്തി കേരളത്തിൽ ഒരുപാട് ആളുകൾ വന്ന് ബഅലവിയത്ത് കൊണ്ടുവന്ന് മൗലദ്ദവീല ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മമ്പുറമി അത് തന്നെ വെളിച്ചപ്പെടുത്തി കൊണ്ടുവന്ന് മഹാനായ വരക്കൽ ബഅലവി അല്ലാഹുവിന്റെ ദർജയിൽ കൊടുക്കട്ടെ. ബാബക്ക് തങ്ങളോ ശുദ്ധനായ ഖാദിരി റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. പൂക്കോയ തങ്ങളോ ശുദ്ധനായ ഖാദിരി. ആ ഖാദിരിയത്തും റിഫായത്തും ചിശ്തിയത്തും എല്ലാം ഖൽബിൽ സ്വീകരിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിന്റെ മഹാവെളിച്ചമായി അതിന്റെ വെളിച്ചത്തിന്റെ നഭോമണ്ഡലത്തിൽ വെലസിയ ഒരു ആൺകുട്ടി 40 കൊല്ലം നമ്മെ നയിച്ചു. അതാണ് മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഖാദിരിയാണ്, റിഫായാണ്, ചിശ്തിയാണ്, നഖ്ശബന്ദിയാണ്, എല്ലാമാണ്. എല്ലാ ഉറാറും ഉണ്ട്. അതുകൊണ്ട് എന്താ ഏത് ഇരുമ്പിനെയും പൊന്നാക്കാൻ കഴിയും. ഏത് ശത്രുവിന്റെ മുന്നിൽ തോറ്റില്ല. ആര് ശംസുൽ ഉലമാ ഭരണം നടത്തിയപ്പോൾ ഭരണം നടത്തിയത് ശംസുൽ ഉലമയല്ല, ഗൗസുൽ ആലമാണ്. ശംസുൽ ഉലമ നമ്മളെ 40 കൊല്ലം നയിച്ചപ്പോൾ നയിച്ചതാരാ? ശംസുൽ ഉലമയല്ല, റിഫായി ശൈഖാണ്. നയിച്ചത് നഖ്ശബന്ദിയാണ്, നയിച്ചത് ചിശ്തിയാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജയെ പറ്റി മൗലിദ് എഴുതിയിട്ടുണ്ട്. തന്റെ അടുത്ത ആളുകളോട് പറഞ്ഞ് എന്റെ അടുക്കൽ പലതവണയും ഖാജ വന്നു, നിങ്ങൾ എന്നെ പറ്റി ഒരു മൗലിദ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ മൗലിദ് ഉണ്ടാക്കിയത് എന്ന് മഹാനായ ശംസുൽ ഉലമാ റഹ്മഹുല്ലാഹ് അല്ലാഹുവിന്റെ ദർജയിൽ കൊടുക്കട്ടെ. ചിന്തിക്ക്. എന്തൊക്കെയാ കറാമത്ത് കാട്ടിയത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ. ചിന്തിക്ക്. മുത്തുപേട്ട മഖാമിൽ സിയാറത്തിന് പോയി. സിയാറത്തിന് ചെന്നപ്പോൾ എന്നോട് ഇത് പറഞ്ഞത് അതിരപ്പട്ടണം മുദരിസായ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്താണ്. ഞാൻ കൃത്യമായി പറയാണ്, ഇനി അന്വേഷിക്കുന്നവർക്ക് സംശയമുണ്ടെങ്കിൽ അന്വേഷിക്കാം. ഇത് എന്നോട് പറഞ്ഞത് അതിരപ്പട്ടണത്ത് മുദരിസും റഹ്മാനിയയിലെ പ്രിൻസിപ്പളുമായ വെല്ലൂര് പോലും മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട മഹാനായ മമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന മഹാനാണ്. വേണമെങ്കിൽ ചോദിച്ചോളി. കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറയരുത്. എല്ലാവരും മരിച്ചു പോയിട്ട് പിന്നെ പറയരുത്. ഇപ്പൊ അങ്ങനെ നമ്മൾ ചോദിക്കാം. എന്നോട് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് മമ്മിക്കുട്ടി ഹസ്രത്ത് പറഞ്ഞു. ചോദിച്ചോ. മുത്തുപേട്ട മഖാമിൽ സിയാറത്തിൽ വന്ന ശൈഖുനാ ശംസുൽ ഉലമാ. അപ്പോൾ ഒരു തമിഴ് സ്ത്രീ തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വാരിപ്പുണർന്നു വന്നു. ബഹുമാനപ്പെട്ടവരെ എൻ്റെ കുഞ്ഞ് ഇക്കാലം വരെയായി പ്രസവിച്ചിട്ട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. എൻ്റെ കുട്ടി മിണ്ടിയിട്ടില്ല. എൻ്റെ കുഞ്ഞ് മിണ്ടുന്നില്ല. സംസാരിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കൈ പിടിച്ച് വാങ്ങി കൂടെയുള്ളവരോട് പറഞ്ഞു, മക്കബറയിൽ ആരും കയറരുത്, ഞാൻ ഇറങ്ങാതെ മക്കബറയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയും കൊണ്ട് മക്കബറയിൽ കയറിപ്പോയി.
പിന്നെയോ ഫജലസമാശാണ് പറഞ്ഞതുപോലെ എത്രയോ നേരം അവിടെ ഇരുന്നിട്ടുണ്ടാകും എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമിന്റെ മക്കാമിന്റെ തലക്കും പറത്തിരുന്നേ. അനവധി നേരം കഴിഞ്ഞ് കുട്ടിയെയും കൊണ്ട് തിരിച്ചു വന്നേ. കുട്ടിയോട് പറഞ്ഞേ അമ്മേനോള വിളി. കുട്ടി അമ്മേനെ വിളിച്ച്, കുട്ടി അച്ഛൻ വിളിച്ച്. കുട്ടി അവസാനം പറഞ്ഞു. ആരോട്? അമ്മയോട് അച്ഛനോട് അവസാനം പറഞ്ഞു. ഞാനതിന് സാക്ഷിയാണ്. ആരാണ് എന്നോട് ഇത് പറഞ്ഞത്? ഇതിനോട് പറഞ്ഞത് മമ്മിക്കുട്ടിയെ സ്ഥലത്താണ്. ആ സിയാറത്തിൽ ഞാനുണ്ടായിരുന്നു. ആര് പറഞ്ഞു? മമ്മിക്കുട്ടിയെ സ്ഥലത്ത് പറഞ്ഞു. ആരാണ് ഇത് ചെയ്തത്? ശംസുൽ ഉലമ. ജനിച്ചിട്ട് സംസാരിക്കാത്ത കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതെവിടുന്നാ കിട്ടിയത്? അത് ഖദരിയത്തിന് കിട്ടിയതാണ്, അത് റിഫായത്തിന് കിട്ടിയതാണ്, അത് ജിഷ്യത്തിന് കിട്ടിയതാണ്. മനസ്സിലായില്ലോ പറഞ്ഞത്? അവർക്ക് ആ വെളിച്ചം കൂടെ എവിടുന്നതാണ്? അത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു വിളിച്ചാണ്, അത് റിഫായി ശൈഖ് റളിയല്ലാഹു വിളിച്ചാണ്. അത്ഭുതങ്ങൾ കാണിക്കും. ചില ദിക്റുകൾക്ക് അത്ഭുതം ഉണ്ടാവും, ചില ദിക്റുകൾക്ക് അത്ഭുതം ഉണ്ടാവുമല്ലോ. ചില മരുന്ന് പുരട്ടി തീയിച്ചാടാം, ചില മരുന്ന് പുരട്ടി തീയിച്ചാടിയാൽ തീയേൽക്കൂല എന്നതുപോലെയാണ് ചില ദിക്റുകൾ. മരുന്നിന് ഈ ഫലമുണ്ടെങ്കിൽ ദിക്റില്ലാതിരിക്കോ? മരുന്നിനേക്കാൾ ഉണ്ടാവല്ലോ ദിക്റ്. ചില ദിക്റ് ചൊല്ലിയാല് കുട്ടിയെ മുറി കൂടിപ്പോവും. ഇങ്ങനെ അർത്ഥം അത് കൂട്ടാൻ കഴിയും. എന്തേ? അത് ദിക്റിന്റെ കറാമത്താണ്. അത് ചെല്ലുന്ന ആൾക്ക് അത് വഴി ഇജാസത്ത് ഉണ്ടായാൽ മതി. അത് പരമ്പരാഗതമായി ചില മഹാന്മാർക്ക് കിട്ടിയതായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതെന്റെ നാളെ ചാടരുത്, അതെന്റെ കുത്തറാത്തീപ്. ആ മഹാന്മാർ ചില ദിക്റിന്റെ കറാമത്തുകൾ, മഹത്വങ്ങൾ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബിന്റെ ഭാര്യയായ അർവ ഹബീബിനെ അടിക്കാൻ വേണ്ടിയിട്ട് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ, നേരം വൈകിയോ? ഞാൻ അവസാനിപ്പിക്കാൻ കിട്ടുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അർവാണ് വന്നു തല്ലാൻ വേണ്ടി. ആരെ? റസൂലുള്ളാഹിനെ തല്ലാൻ വേണ്ടി വന്ന്. അപ്പൊ റസൂലുള്ളാഹിനെ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. ആര്? അപ്പോൾ പറഞ്ഞ്, നബിയെ ആ പെണ്ണ് വലിയ ശല്യക്കാരത്തിയാണ്, അവള് വരുന്നുണ്ട് എന്ന്. അപ്പോൾ പറഞ്ഞു, ഹബീബ് പറഞ്ഞു, അവൾ എന്നെ കാണുകയില്ല, അവൾ എന്നെ കാണൂല. ഞാനിവിടെ ഇരിക്കാൻ എന്നെ കാണൂല. അറുവ അങ്ങോട്ട് വന്ന് ഹമ്മാലത്തുൽ ഹതബ് എന്ന അറുവ ലഅനത്തുല്ലാഹി അലൈഹ. മനസ്സിലായില്ലേ? അവൾ വന്നേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുള്ള ഹബീബ നബി ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചു, ഐന സാഹിബുക്, എന്റെ ആളെവിടെ? അബൂജിന്റെ ആളെവിടെ? ഞാൻ എന്നെ കീസിലിട്ടതാ കൊണ്ടെടുക്കുക. ആളെ ഉണ്ടെങ്കിൽ നോക്കിക്കോണം. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറെ ചീത്തയും പറഞ്ഞു. അവള് തിരിച്ചുപോയി. തൊട്ടടുത്ത് ആരുണ്ട്? ഇന്നഹാ തറാനി, ഓള് ഞാൻ കാണൂല. ആര് പറഞ്ഞ്? മുഹമ്മദ് മുസ്തഫ. ഇദാ ഖറഅതൽ ഖുർആൻ ജഅൽനാ ബൈനക വബൈന അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. ഈ ആയത്ത് പറഞ്ഞതാണ്. ഖുർആനെ കൊണ്ട് ഓതുന്ന ഒരാളെ കാണണ്ടെന്ന് വിചാരിച്ചാൽ കാണാതിരിക്കാനുള്ള കഴിവ് ചില ആയത്തുകൾക്കുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കടലിൽ മുസല്ലയിട്ട് കടലിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചവരുണ്ട്. അതിന് പറ്റിയിരിക്കുന്നുണ്ട്. കടലിൽ മുസല്ല വിരിച്ച് യാത്ര ചെയ്തവരുണ്ട്. അതിന് പറ്റിയിരിക്കുന്നുണ്ട്. സുമാത്രയിൽ നിന്ന് വന്ന് സെയ്ദ് ജമലുല്ലൈലി റഹ്മത്തുള്ളാഹി അലൈഹി, സുമാത്രയിൽ നിന്ന് 2 മാസമെങ്കിലും കപ്പലിന് വരേണ്ട ദൂരത്തേക്ക് കടലിൽ മുസല്ല വിരിച്ച് യാത്ര ചെയ്തിട്ട് കടലുണ്ടി കടപ്പുറത്ത് കയറി. ആ കടപ്പുറത്താണ് മഖ്ബറ. ആരുടെ? അൽ ഖുത്ബ് സെയ്ദ് ജമലുല്ലൈൽ. എങ്ങനെ വന്നു? താരീഖ് മുഴുവൻ കടലിൽ മുസല്ല വിരിച്ചു വന്നു എന്നാണ്. ആര്? അൽ ഖുത്ബ് സെയ്ദ് ജമലുല്ലൈൽ. അവരുടെ പേരക്കുട്ടിയാണ് ഇന്നത്തെ കോഴിക്കോട്ട് ഖാദിയായ മുഹമ്മദ് കോയ ജമലുല്ലൈലി. അല്ലാഹുവോട് രാവും പകലും ദുആ ചെയ്യാം, പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം. അല്ലാതെ ഒരു പരിഹാരം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട. വളരെ വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് വന്നിട്ടുള്ളത്. അതിനിയും വരികയും ചെയ്യും. ഇറാൻ യുദ്ധം തൽക്കാലം ശമിച്ചോ നിലനിന്നോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും യാതൊരു സംശയവും വേണ്ട. ഒക്കെ നടന്നു പോകും. ഇറാനിൽ വലിയ യുദ്ധമുണ്ടാവും. അതൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ. വലിയ യുദ്ധമുണ്ടാവും. ഭയങ്കരമായ യുദ്ധം ഉണ്ടാവും. അതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാവും. വലിയ ആപത്തുണ്ടാവും.
അറബ് രാജ്യങ്ങൾക്ക് വലിയ അടി ലഭിക്കും, വലിയ അടിയും വലിയ തിരിച്ചടിയും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അറബികൾ നശിച്ചു പോകാതെ അന്ത്യനാൾ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഹദീസുണ്ട്, അങ്ങനെയും ഹദീസുണ്ട്. അറബികൾ നശിച്ചു പോകാതെ അന്ത്യനാൾ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അറബികൾ കൊല ചെയ്യപ്പെടാതെ അന്ത്യനാൾ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. 9 അറബികളിൽ 7 അറബിയെയും കൊല ചെയ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അറബികളെയൊക്കെ കൊന്നു തീർക്കും, എന്നിട്ട് അന്ത്യനാൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒക്കെ നടക്കും, അതെല്ലാം നടക്കും. നടക്കരുത് എന്നിട്ട് കാര്യമില്ല, നടക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം നഷ്ടപ്പെടും, എല്ലാം ഭയങ്കര ഭയാനകമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചിന്തിക്കണം, അപ്പൊ ഇതൊക്കെ എന്തായാലും പരിഹാരം നമ്മൾ വിചാരിച്ച പരിഹാരമൊന്നുമല്ല. പിന്നെന്താ പരിഹാരം? അല്ലാഹുവിലേക്ക് അഭയം തേടുക, അല്ലാഹുവിലേക്ക് അഭയം തേടുക, നട്ടപ്പാതക്ക് പൊട്ടിക്കരഞ്ഞറപ്പിനോട് ദുആ ചെയ്യുക, അല്ലാതെ ഒരു പരിഹാരമില്ല. മഹാന്മാർ കാണിച്ച മാർഗങ്ങൾ, ബഹുമാനപ്പെട്ട റിഫായത്തിന്റെ റാത്തീബും ഖാദിരിയത്തിന്റെ റാത്തീബും ഒക്കെ ചെല്ലാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണത്. ഇത് അങ്ങനെ തന്നെയല്ലേ? അല്ലാഹു തആല അത് ആരൊക്കെ സഹകരിച്ചു അവർക്ക് അല്ലാഹു തആല വലിയ ഖൈർ കൊടുക്കട്ടെ. അവിടെയൊക്കെ കൂടിയിരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് റാത്തീബ് ഔറാദുകൾ ചെല്ലുക, എന്നിട്ട് ദ്വാരക്കുക, റബ്ബിനോട് ദ്വാരക്കുക. ഒരു നാട്ടിൽ ദിക്ർ ചെല്ലാൻ വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ നന്മയാണ്. അല്ലാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഉറക്കാമി പറയും, നിങ്ങൾ നശിക്കൂല, നിങ്ങൾക്ക് ഈ തുരുത്തിനൊന്നും സംഭവിക്കൂല, ആ ഒരു കെട്ടിടം നിങ്ങളെ സംരക്ഷിക്കും. ആ കെട്ടിടം ദിക്റിന് ഉണ്ടാക്കിയതാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ദിക്ർ എന്ന വലിയ സംഭവമല്ലേ, ഇത് വലിയ സംഭവമല്ലേ? ചിന്തിക്കണം. അല്ലാഹുവിന്റെ വാതിലാണ് ദിക്റുല്ലാഹി മിഫ്താഹുൻ. അല്ലാഹുവിന്റെ ബാബിന്റെ അല്ലാഹുവിന്റെ വാതിലിന്റെ താക്കോൽ ദിക്റാണ്. ദിക്റുല്ലാഹി മിഫ്താഹുൽ ലിബാബില്ലാ. അല്ലാഹുവിന്റെ ബാബിനേക്കുള്ള ബാബിലേക്കുള്ള മിഫ്താഹാണ് ദിക്റുല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ചെയ്യുന്ന ഔറാദുകൾ കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടി റബ്ബിനോട് ദുആ ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നിനെ ആക്ഷേപിച്ച് നടക്കരുത്. കാലം അവസാനിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ ആക്ഷേപിക്കുന്ന ആളുകൾ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനെ കുറ്റപ്പെടുത്തുന്നവരെ അധികരിക്കും, എന്തിനെ നിഷേധിക്കുന്നവരെ അധികരിക്കും. വഅലൈഹിം തഖുമുസ്സാഅ. നിഷേധികൾ അധികരിക്കുമ്പോൾ അന്ത്യനാൾ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിലൊന്നും വഞ്ചിതരാകരുത്. എന്ത് ചെയ്യുക? പൊട്ടിക്കരയുക, ഔറാദുകൾ ചെല്ലുക. ഇഫായത്തിനും ഖാദിരിയത്തിനും ഇവിടെ നിങ്ങൾ സ്ഥാപനമുണ്ടാക്കി, അതിന്റെ ഔറാദുകളും അതിന്റെ റാത്തീബുകളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു. അത് നിങ്ങൾക്ക് വലിയ ദറജ, വലിയ നേട്ടങ്ങളുണ്ടാവും. നിങ്ങൾ ചിന്തിക്കണം. കേരളം മുഴുവനും വെള്ളം മൂടിയിട്ടും നിങ്ങളെ തുരുത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഞാനിവിടെ വന്ന ഉടനെ സംഭവിച്ചത് അന്വേഷിച്ചതാണ്. എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞാൽ കേരളത്തിലെ മലമുകളിൽ വരെ വെള്ളം മൂടിയിട്ട് നിങ്ങൾ ഈ നാട് ഉണ്ടാവാതിരിക്കാനാണ് സാധ്യത. പക്ഷേ നിങ്ങൾ അല്ലേ, അങ്ങനെ തന്നെയല്ലേ? പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇത് സംരക്ഷിക്കും. ഇതിനാകാശത്തോട് ബന്ധമുണ്ടാവും. നിങ്ങൾ ചിന്തിക്ക്. ദ്വീപിൽ ഞാൻ പോയിട്ടുണ്ട്, ലക്ഷദ്വീപുകളിലൊക്കെ പോയിട്ടുണ്ട്. ദ്വീപിൽ നോക്കുമ്പോൾ കടൽ മേലെയും ദ്വീപിന്റെ മണ്ണ് താഴെയാണ്. എന്നിട്ടൊന്നും പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ദ്വീപ് നിവാസികൾക്ക് ഭയങ്കര ഈമാനാണ്, അവർ ഔറാദ് കൂടുതലാണ്. ഇനി ഇത് അട്ടിമറിയുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഇപ്പൊ അവിടെയൊക്കെ വിദേഹത്തിന്റെ കക്ഷികൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം മെല്ലെ വിദേഹത്തിന്റെ കക്ഷികൾ അവിടെയൊക്കെ കയറി തുടങ്ങി. നിരാക്ഷേപം നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ നിഷേധിക്കുന്നവർ വന്നു തുടങ്ങി. ഇനി എന്ത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആയിരക്കണക്കായ കൊല്ലങ്ങളിലാ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? അവർക്ക് വലിയ ഈമാനാണ്. സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും, ഔറാദുകളുണ്ട്, ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അല്ലാഹു അല്ലാതെ നമ്മളെ സഹായിക്കൂല. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് മടങ്ങാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് സമയം വളരെ താമസിച്ചു. ഞാൻ നീട്ടി പറയണം ദേശമല്ല, പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. നമ്മളെല്ലാവരും ഈ നന്മക്ക് ഇവിടെ നിലനിൽക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. സുന്നത്യമായത്തിന്റെ മാർഗമാണ് യഥാർത്ഥ മാർഗം. അതിന്റെ അപ്പുറം ഒന്നും പോകരുത്. അതിനപ്പുറം പോയവരൊക്കെ വലിയ നഷ്ടത്തിൽപ്പെടും. യാതൊരു സംശയം വേണ്ട, നഷ്ടത്തിൽപ്പെടും. നിഷേധിച്ച് നഷ്ടത്തിൽപ്പെടും.
പിശാച് നാവിലിരിക്കുന്ന ചില പ്രബോധകന്മാരുണ്ട്, അവർക്ക് വഴിപ്പെട്ടു പോകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മൻ അജാബഹും ഖദഫൂഹു ഫീഹാ, അവർക്ക് ആര് വഴിപ്പെട്ടാലും അവരെ കൊണ്ടുപോയി നരകത്തിൽ അവരെറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അത്തരം ആളുകൾക്ക്, അത്തരം ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ മുൻഗാമികളായ സാലിഹീങ്ങളെ ആക്ഷേപിക്കുന്ന തമ്മാടികളെ കൂട്ടത്തിൽ കൂടുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാന്മാരുടെ മാർഗമാണ് നിങ്ങളുടെ മാർഗം. അതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ വെളിച്ചവും വിജയവും. ആ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാത്രി നടത്തിയ ഈ പ്രഭാഷണം എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നേട്ടമാക്കി തരട്ടെ. ഈ കൂട്ടത്തിൽ കൂടി എല്ലാവർക്കും അതിൽ അള്ളാഹു ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. ദിക്റിന്റെ ദറജകൾ വളരെ വലുതാണ്. അതുകൊണ്ട് ആകാശത്ത് പറക്കാൻ കഴിയും. ദിക്ർ കൊണ്ട് ആകാശത്ത് പറഞ്ഞിട്ടില്ലേ സയ്യിദ്നാ സുലൈമാൻ, യാ ഹയ്യു യാ ഖയ്യൂം എന്നാണ് പറഞ്ഞിട്ട് പൊന്തിയിട്ടാണ് പറക്കും. ആയിരക്കണക്കിന് കിലോമീറ്റർ പറക്കും സയ്യിദ്നാ സുലൈമാൻ. ഖുത്റാത്തീബിന്റെ അസ്ല തന്നെയാണ്. ഖുത്റാത്തീബ് എന്ന് പറഞ്ഞാൽ ചില ദിക്റുകൾ ചെല്ലിയാണ്. ആ ദിക്ർ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കും. ഇത് അമ്പിയാക്കൾ കാണിച്ചിട്ടുണ്ട്. ദിക്ർ ചൊല്ലിയിട്ട് മരിച്ചവരെ ജയിപ്പിച്ചിട്ടുണ്ട് സയ്യിദ്നാ ഈസാ. ദിക്ർ ചൊല്ലിയിട്ട് മാനത്ത് പറഞ്ഞിട്ടുണ്ട് സയ്യിദ്നാ സുലൈമാൻ. അതിൻ്റെയൊക്കെ ബാക്കിയുള്ള ദിക്റുകളുടെ മഹത്വങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചില ദിക്റുകൾ ചെല്ലിയാൽ മുറിക്കാൻ കഴിയും, കൂട്ടാൻ കഴിയും. അതൊക്കെയാണ് ആ പറഞ്ഞത്. അതൊക്കെ വെറുതെ ചെയ്യാനല്ല, മഹാന്മാരുടെ മഹത്വവും കറാമത്തും വെളിവാക്കാൻ വേണ്ടി ഇന്നും കഴിയുമെന്നതിനുള്ള ഒരു സത്യസാക്ഷ്യമാണ് ചില ആളുകൾ നടത്തുന്ന ഖുത്റാത്തീബുകൾ. അത് അതിൻ്റെ ഇജാസത്തുള്ള ആളുകൾ നടത്തിയാൽ എല്ലാവരും നടത്തുന്ന പണിയല്ല. അല്ലാഹു തആല അതിൻ്റെയൊക്കെ വഴിക്ക് അതുകൊണ്ടൊക്കെ സമുദായത്തിൽ ഒരുപാട് ഖൈറുണ്ടായിട്ടുമുണ്ട്. അത് മഹാന്മാരുടെ കേവലം ഒരു പണിയല്ല. അത് മഹാന്മാരുടെ മഹത്വത്തെ ഉൾപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതതിൻ്റെ ആളുകൾ ചെയ്യുകയാണെങ്കിലും അതിന് വിട്ട പ്രവർത്തനമല്ല. ചില ആളുകളുടെ ചില ദിക്റുകൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അതുകൊണ്ട് അതൊക്കെയാണ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി. ഹക്കായ മാർഗം, മുഅ്മിനീങ്ങളുടെ മാർഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വാലിഹീങ്ങളായ മുൻഗാമികളെ പോലെ അല്ലാഹുവിലേക്ക് അഭയം തേടി പൊട്ടിക്കരഞ്ഞും ദുആ ചെയ്തും